ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഞണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് ഞണ്ട്, കയ്യും കാലൊക്കെ കിടന്ന് ഇളകണ കണ്ട. അങ്ങനെ നമ്മൾ ഞണ്ടിനെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്. ഇത് കടൽ ഞണ്ടല്ല, മഡ് ക്രാബാണ്. സിങ്കിലിട്ടിട്ട് നന്നായി കഴുകുക ഞണ്ടിനെ. ഓരോന്നിനെ കഴുകിയെടുത്തിട്ട് വേണം പാത്രത്തിലാക്കി ഇടാനായിട്ട്. ഞണ്ടൊക്കെ അതേ നന്നായിട്ട് ഓടി കളിക്കുന്നുണ്ട്. അച്ഛനും ദേവനും കൂടിയിട്ടാണ് കേട്ടോ ഞണ്ട് ക്ലീൻ ചെയ്യണത്. ഓരോന്നിനെ കഴുകി പാത്രത്തിലിടാണ്. അതായത് കൂട്ടിനെ ഞണ്ടിനെ പിടിച്ചിട്ട് പാത്രത്തിലിടാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ഞണ്ടൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് പാത്രത്തിലാക്കി വെച്ചു. വേവിക്കാൻ വെക്കണം. അടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ദേവനെ പഠിപ്പിക്കാൻ കൊണ്ടുപോയി. പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് ഞണ്ട് നോക്കിയപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് വേവിക്കാൻ വെച്ചു. ഞണ്ടൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. നല്ല ഓറഞ്ച് കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞണ്ട്. ദേവുട്ടനായാലും ചേട്ടനായാലും ഞണ്ട് പുഴുങ്ങി കഴിക്കാനാണ് ഇഷ്ടം. പുഴുങ്ങി കഴിക്കുമ്പോൾ അതിൻ്റെ നല്ല ചൂടോടെ കഴിക്കണം കേട്ടോ. പുഴുങ്ങി കഴിക്കുമ്പോൾ ഇത്തിരി ഇളം ചൂടോടെ വേണം കഴിക്കാനായിട്ട്. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് ഇല്ല. നല്ല മധുരമായിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ചെറിയൊരു മധുരം ഉണ്ടാവും ഞണ്ടിന്. നല്ല മാംസമാണെങ്കിൽ. അങ്ങനെ ദേവൻ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഓരോ കാല് കൊണ്ടുപോകും. ഓരോ കാലെടുത്ത് കൊണ്ടുപോയിട്ട് കഴിക്കും. കാല് കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. കയ്യും കാലൊക്കെ രണ്ടുപേരും കൂടി കഴിക്കും. ഇതിൻ്റെ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നെഞ്ചിൻ്റെ ഭാഗമാണ് നമ്മൾ കറി വെക്കാനായിട്ട് എടുക്കുക. അങ്ങനെ നമ്മുടെ ബാക്കിയുള്ള നെഞ്ചിൻ്റെ ഭാഗമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒക്കെ സെറ്റാക്കി വെച്ചു കറിക്ക്. നമ്മളിഞ്ഞിത് കറി വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ